ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ബാക്കപ്പ്, പെർഫോമൻസ്, സ്പീഡ് എന്നിവ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത്. നല്ലൊരു ആപ്ലിക്കേഷനാണിത്. നമ്മുടെ മൊബൈലിൻ്റെ ഇത്തരം പ്രോബ്ലംസുകൾക്ക് പ്രധാന കാരണമായി വരുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകളാണ്. ഇത്തരം ആപ്ലിക്കേഷനുകൾ ക്ലോസ് ചെയ്ത് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ബാക്കപ്പും പെർഫോമൻസും സ്പീഡുമൊക്കെ കൂട്ടുവാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയേറെ പ്രയോജനപ്രദമാകും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. എൻ്റെ അഭിപ്രായത്തിൽ ബാറ്ററി ലൈഫ് കൂട്ടുന്നതിന് ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത് ബാറ്ററി ലൈഫ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭ്യമാകുക. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കാസ്പറാസ്കിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. വളരെ ആൻറ്റിവൈറസുകളും മറ്റും നിർമ്മിക്കുന്ന നല്ലൊരു ഡെവലപ്പറാണ് കാസ്പറാസ്കി. ഇവിടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ വിശ്വസിക്കാം ഈ ഒരു ആപ്ലിക്കേഷന്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് അക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിങ്ങൾക്ക് സർവീസിലും കാസ്പറാസ്കി ബാറ്ററി ലൈഫ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോൺ ഓഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓൺ ചെയ്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ 100% നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ഓൺ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഈ ആപ്ലിക്കേഷനിലേക്ക് പോവുക. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും നിങ്ങളുടെ ബാറ്ററി ഇനി എത്ര മിനിറ്റ് ബാക്കിയുണ്ട് അല്ലെങ്കിൽ എത്ര മണിക്കൂർ ബാക്കിയുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ആക്റ്റീവ് മോഡിൽ 2 മണിക്കൂർ എത്ര മണിക്കൂറും അതുപോലെ തന്നെ സ്ലീപ്പ് മോഡിൽ എത്ര മണിക്കൂറൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 9 ആപ്ലിക്കേഷനുകളാണ് എൻ്റെ ഫോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആപ്ലിക്കേഷനുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് 9 ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നല്ല ആപ്ലിക്കേഷനുകളും ഫോർ സ്റ്റോപ്പ് ആയിക്കോളും. അതിന് മുന്നാടിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. നേരെ ഫോണിൻ്റെ സെറ്റിംഗ്സ് അല്ല, ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. മുകളിൽ സൈഡിലായിട്ട് 3 ലൈൻ മാർക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഇതുവഴി ആഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുക. കാരണമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനുകളും വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഉള്ള വരുന്ന നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ക്ലോസ് ആയിപ്പോയി. ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലോസ് ആവുന്നതോടുകൂടി തന്നെ അത് നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ തീർച്ചയായിട്ടും ഇതിൽ ആഡ് ചെയ്തിരിക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾക്ക് ഇതുവഴി ആഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്റ്റോപ്പ് 9 ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് ടൈം 1-2-3 സെക്കൻഡുകൾ എടുക്കും ഇത്രയും എല്ലാ ആപ്ലിക്കേഷനുകളും ഫോർ സ്റ്റോപ്പ് ആവുന്നതിനായിട്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ആപ്ലിക്കേഷനുകളെല്ലാം സ്റ്റോപ്പ് ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷനുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റോപ്പ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ടും സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ 2 many apps for running എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ 20 ആപ്ലിക്കേഷനിൽ കൂടുതൽ നിങ്ങളുടെ ഫോണിൽ റണ്ണിങ് ആവുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ 20 ആപ്ലിക്കേഷനിൽ കൂടുതൽ റണ്ണിങ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വഴി തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ക്ലോസ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമതെന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആർ ട്രെയിനിങ് യുവർ ബാറ്ററി. ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ കൂടുതൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് കൂടുതൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ആപ്ലിക്കേഷൻ കൂടുതൽ നിങ്ങളിൽ നിന്നും ബാറ്ററി ചാർജ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് അതുവഴി അത്തരം ആപ്ലിക്കേഷനുകൾ ഫോർ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 ഓപ്ഷനുകൾ ചെയ്യുന്നത് മുഖേന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളൊന്നും ഫോർ സ്റ്റോപ്പ് ക്ലോസ് ആവുകയില്ല. മറ്റു ആപ്ലിക്കേഷനുകൾ മാത്രമേ ക്ലോസ് ആവുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഫേവറേറ്റ് ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഫേവറേറ്റ് ആപ്ലിക്കേഷൻസ് ആർ ട്രെയിനിങ് യുവർ ബാറ്ററി. നിങ്ങളുടെ ഫേവറേറ്റ് ആപ്ലിക്കേഷനുകൾ കൂടുതൽ ബാറ്ററി എടുക്കുകയാണെങ്കിൽ അത് ഫോർ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററി ഈസ് ആൾമോസ്റ്റ് ഡിസ്ചാർജഡ്. നിങ്ങളുടെ ബാറ്ററി തീരുന്നതിന് 2 മണിക്കൂർ മുന്നാടിയായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 2 മണിക്കൂറും 30 മിനിറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ ഒരുപാട് സെറ്റിംഗ്സ് ഫീച്ചേഴ്സുകൾ ഇതിൽ നിന്ന് ലഭ്യമാണ്. ബാറ്ററി ഫുൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലഭ്യമാണെന്ന് ഫുൾ ചാർജ് ആയതിനു ശേഷം നോട്ടിഫിക്കേഷൻ ലഭ്യമാണെന്ന് ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കിട്ടും ഈ ഒരു ആപ്ലിക്കേഷന്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകളും നല്ല നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ബാക്കപ്പും പെർഫോമൻസും ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.